ഹലോ ഗായ്സ്, വെൽക്കം ടു സെയിൻസ് ഓൺ വോയേജ്. സെയിൻസ് ഓൺ വോയേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ഫുഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ മെജോറിറ്റി ആൾക്കാരും KFCയിലൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മോനെ, എൻ്റെ ടേസ്റ്റ് അല്ലേ, പൊളി സാധനമല്ലേ. അപ്പോൾ നമുക്ക് KFC ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാകാൻ നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഇതിനു വേണ്ടി നമ്മൾ ഓട്സ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്, മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളിയുടെ പേസ്റ്റ്, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഉപ്പ്, പിന്നെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, 2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വിനാഗർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് നല്ല രീതിയിൽ ലൈനിട്ട് തുടങ്ങാം. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഡീപ്പായിട്ട് തന്നെ ലൈനിട്ട് ഇടുക, അതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് നമ്മളെ മസാലയും കൂട്ടും എല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റായി നിൽക്കുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അതിന് കറക്റ്റ് സെറ്റായി നമുക്ക് കിട്ടുള്ളൂ. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഏകദേശം 200 ഗ്രാം മൈദ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 100 ഗ്രാം കോൺഫ്ലവർ ഇടുക. ഇത് കുറച്ചും കൂട്ടിയിട്ടൊക്കെ ഇടാം. ഇത് 2 കിലോ ചിക്കനിലേക്കാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്യുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയുടെ പേസ്റ്റ് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ 2 ടീസ്പൂൺ വീണ്ടും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മുട്ടയും ചെറിയുള്ളിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും ചിക്കനിൽ സെറ്റായി നിൽക്കുന്ന വരെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മോനെ, സാധനം കിട്ടുവായി സെറ്റായി നല്ല ചിക്കനിലൊക്കെ നല്ല രീതിയിൽ പിടിച്ചേക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പയ്യെ കത്തിച്ച് തുടങ്ങാം. ഇനി നമ്മുടെ ചിക്കൻ ഓരോന്നായി എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഓട്സിലോട്ട് പയ്യെ വെച്ചിട്ട് നമ്മൾ ഓട്സും ചിക്കനും ചേർന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഓട്സ് കൊണ്ട് ചിക്കൻ നല്ല രീതിയിൽ കവർ ചെയ്യുക. എന്നിട്ട് ഈ ചിക്കൻ എടുത്ത് നമ്മൾ തിളച്ചെണ്ണയിട്ട് പയ്യെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എൻ്റെ മോനെ, പൊളി. അങ്ങനെ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഓട്സ് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഓരോന്നെടുത്ത് ഫ്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കന് പയ്യെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം, കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. അങ്ങനെ ചിക്കൻ ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പയ്യെ എടുത്തു തുടങ്ങാം. അങ്ങനെ നമ്മൾ 3-4 പീസ് പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പീസ് കൂടി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. രക്ഷയില്ലട്ട, പൊളി. അങ്ങനെ ഇത് നമുക്ക് മയോണൈസും ചേർത്ത്
ബ്രെഡിലോ ബണ്ണിലോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീട്ടിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് KFC സ്റ്റൈൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഫ്രൈ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.